കരിക്കല്ലേ, ആലിമീങ്ങളെ കുറ്റം പറയല്ലേ, സാദാത്തുക്കളെ പറ്റി വേണ്ടാധീനങ്ങൾ പറയല്ലേ. മഹാനായ സുൽത്താനുൽ ഉലമാ ശൈഖുനാ എ.പി. ഉസ്താദ് അവർകൾ അവിടുന്ന് സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തുകയാണ്. സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടുന്ന് സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് യാത്ര നടത്തുകയാണ്. അവരൊക്കെ ആലിമീങ്ങളല്ലേ, അവര് സ്വാലിഹീങ്ങളല്ലേ, അവര് സജ്ജനങ്ങളല്ലേ, അവര് നമ്മുടെ നേതൃത്വമല്ലേ. നമുക്ക് അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ ആരാ അഭിപ്രായം പറയാൻ? നമ്മൾ അവർക്ക് വേണ്ടി ദുആയിരുന്നാൽ മതി, നമ്മൾ അവരുടെ പൊരുത്തം കാംക്ഷിച്ചാൽ മതി. അല്ലാഹുവേ, സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കും സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദ് അവർകൾക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. ഈ സമുദായത്തിന്റെ ഇടയിൽ ഐക്യവും സൗഹാർദ്ദവും സ്നേഹവും നീ നിലനിർത്തി നൽകണേ അല്ലാ. ഇന്നതാ മഹാനായ കെ.പി. ഉസ്താദ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്നു. അവിടുത്തെ മുഖത്ത് നോക്കിയാൽ പടച്ചവന് ഓർമ്മ വരുന്ന മുഖമാണ്. പഴയ കാലത്ത് നമ്മൾ ശംസുൽ ഉലമയെ പോലെ, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പോലെ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ നമ്മൾ പറയാറുള്ള വലിയ വലിയ മഹാന്മാരായ ഉസ്താദുമാരില്ലേ, താജുൽ ഉലമ ഉള്ള ആള് തങ്ങളെ പോലെ, താഴക്കോട് ഉസ്താദിനെ പോലെ, അങ്ങനെ വലിയ പഴയകാല ഉലമാക്കളെ പോലെ തെക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദായിരുന്നു മഹാനായ ശൈഖുനാ കെ.പി. അബൂബക്കർ ഹസ്രത്ത്. അവിടെ നിന്ന് വഫാത്തായി. ആ മുഖത്ത് നോക്കിയാൽ തന്നെ സൂര്യപ്രകാശം പോലെ തേജസ്സായ മുഖമാണ്. വളരെ എളിമയുള്ള ജീവിതമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഉസ്താദ് സിറാജുൽ ഉലമാ ഐദുറൂസ് ഉസ്താദ് അവിടുത്തെ സഹപാഠിയാണ്, കൂട്ടുകാരനാണ്. അവർ പരസ്പരം, അതായത് എ.പി. സമസ്തയുടെ ഉപാധ്യക്ഷരാണ് ഐദുറൂസ് ഉസ്താദ്. എന്നാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ആ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ് കെ.പി. ഉസ്താദ്. ഈ കെ.പി. ഉസ്താദ് ഐദുറൂസ് ഉസ്താദിനെ കാണാൻ വേണ്ടി വരികയാണ്. ഐദുറൂസ് ഉസ്താദ് കെ.പി. ഉസ്താദിനെ കാണാൻ വേണ്ടി പോകുകയാണ്. അവർ പഴയകാല സുഹൃത്തുക്കളാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അവർ പരസ്പരം ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. കെ.പി. ഉസ്താദിന്റെ കൈ ഐദുറൂസ് ഉസ്താദ് മുത്തുകയാണ്. ഐദുറൂസ് ഉസ്താദിന്റെ കൈ കെ.പി. ഉസ്താദ് മുത്തുകയാണ്. അല്ലാഹുവേ, അങ്ങനെ മഹാന്മാർ പരസ്പരം ആദരിച്ചവരാണ്, ബഹുമാനിച്ചവരാണ്. മാത്രമല്ല അവർ രണ്ടുപേരും ഒരു മഹല്ല് ജമാഅത്തിൽപ്പെട്ടവരാണ്. കൊല്ലം ജില്ലയിലെ മുട്ടക്കാവ് എന്ന് പറയുന്ന ഒരു മഹല്ല്, ഇത് വലിയ മഹല്ലാണ്. ആ മഹല്ലിൽ ഇരുവരും ഒരു ദിവസം പോയി പള്ളി കമ്മിറ്റിക്കാരെ കണ്ടു. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ പള്ളി കമ്മിറ്റിക്കാരെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ കെ.പി. മുസ്ലിയാർക്കും ഐദുറൂസ് മുസ്ലിയാർക്കും നിങ്ങൾ ഖബർ കുഴിക്കുമ്പോൾ ഒരിടത്ത് ഖബർ കുഴിക്കണേ. കെ.പി. ഉസ്താദിന്റെ ജനാസ ഇന്ന് ഖബറിലേക്ക് ഇറക്കി വെച്ചു. സഹോദരങ്ങളെ, ഇത് ഉലമാക്കൾക്കിടയിലുള്ള സൗഹൃദമാണ്, സ്നേഹമാണ്. അവരാരും പരസ്പരം ആക്ഷേപിച്ചില്ല, അവർ ചീത്ത വിളിച്ചില്ല, അവർ അനാദരിച്ചില്ല. നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത്.